Watch full episodes on Jio Hotstar. ഹലോ ബ്രദർ, ഇവിടെ എവിടെങ്കിലും പതുങ്ങിയിരിക്കാനുള്ള സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ പറയതേ. അയാൾ കടയിൽ എങ്ങനെ പറന്നു പോകുന്നത്? സോറി. ഒരു വിധത്തിൽ ജസ്റ്റ് മിസ് എസ്കേപ്പ് ആയിരിക്കാണ്. ഇതിനെയാണ് പറയുന്നത് ലോകം ഉരുണ്ടതാണെന്ന്. ഞാൻ എവിടെ നിന്നാണ് പുറപ്പെട്ട് അവിടെ തന്നെ തിരിച്ചെത്തി. രംഗിലോ, മമ്മി എവിടെയാ? അതിവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതിന് കാണുന്നില്ല. ഞാൻ കടയിൽ കയറി പറഞ്ഞ് എസ്കേപ്പ് ആയതാ. ഓ നോ, ജനങ്ങൾ കണ്ടു കാണുമല്ലോ. ഇവിടെ വെച്ച് നമ്മൾ മാജിക് ചെയ്യാൻ പാടില്ലായിരുന്നു. അഥവാ ഞാൻ മാജിക് ചെയ്തില്ലായിരുന്നെങ്കിൽ അവൻ എന്റെ പവർ മുഴുവൻ വലിച്ചെടുത്ത് അവശനാക്കിയേനെ. ഞാനത് കണ്ടതാ, ഞാനത് എന്റെ കണ്ണോട് കണ്ടതാ. ശരി, ഓക്കെ, വാ, നമുക്ക് ഇവിടുന്ന് പോകാം. അല്ലെങ്കിൽ ജനങ്ങൾ രംഗിലെ തേടി ഇവിടേക്ക് എത്തും. റോക്കി, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയും. നമ്മൾ കണ്ട ആ കുട്ടികൾ അല്പം പേശകാന്നാ തോന്നുന്നേ. അമ്മമ്മേ, നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവരാരത സത്യം ഞാൻ ഇന്ന് തീർച്ചയായും കണ്ടുപിടിക്കാം. ആ മമ്മിയെ എത്രയും വേഗം കണ്ടെത്തണം. രുദ്ര ഇപ്പൊ പറഞ്ഞത് വളരെ ശരിയാണ്. അവൻ വളരെ പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുക. ഞാനാകെ തളർന്നു പോയി മായിര. നമുക്കൊരല്പം റെസ്റ്റ് എടുക്കാം. ഓഹോ, 41ാമത്തെ ഫ്ലോറോ? ആഹാരം എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ ഇറങ്ങാന്നേ. ഓഹോ, ഈ റൂം അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതെവിടുന്നാ വന്നത്? അതെ, ഞാൻ തന്നെയാണ്. വൺ ആൻഡ് ഓൺലി റോക്കി. അമ്മമ്മ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിരുന്നു നിങ്ങൾ എല്ലാവരും വ്യത്യസ്തമാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ ആലോചിച്ചു വന്നിങ്ങ ചെക്ക് ചെയ്താലോ. ഇപ്പൊ പറയൂ, ഇതൊക്കെ എന്താണ് സംഭവം? ഞങ്ങൾ താമസിക്കുന്നത് 30th ഫ്ലോറിലാണ്. നിങ്ങൾ സ്പെഷ്യൽ സൂട്ട് റൂമില്, അതും 41st ഫ്ലോറിൽ. അങ്ങനെ നിങ്ങൾക്ക് എന്താ സ്പെഷ്യാലിറ്റി ഉള്ളത്? എന്നോട് കള്ളം പറഞ്ഞ് പറ്റിക്കാന്ന് മാത്രം നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ ഈ നാട്ടിന്റെ ചെക്കനാട്ടോ. എന്നെ ആർക്കും മണ്ടനാക്കാൻ പറ്റൂല. പറ വേഗം പറ. ഇനി ഒളിച്ചേക്കാൻ ഒന്നുമില്ല. കാര്യം എന്താന്ന് വെച്ചാൽ മെമ്മറി ഇപ്പൊ നീ നിന്റെ അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെല്ല്. ചേടാ, ഈ റോക്കി എവിടെയാ പോയി തൊലഞ്ഞത്? റോക്കി, നീ എന്തെങ്കിലും കണ്ടോ? എന്തെങ്കിലും മനസ്സിലാക്കിയോ? കണ്ടോന്നോ? എന്തോന്ന് കണ്ടുപിടിക്കാൻ? ചേടാ, നിന്റെ ഒരു കാര്യം, നീ ലിഫ്റ്റ് കയറി പോയില്ലേ? ആ കുട്ടികളെ കുറിച്ച് കണ്ടെത്താന്നും പറഞ്ഞല്ലേ നീ പോയേ? നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്ന കാര്യം ആദ്യം തന്നെ പറയാത്തത് എന്താ? ഞാൻ 40th ഫ്ലോർ വരെ ചെന്നു, പിന്നെ ഒരു റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വന്നു. അടുത്ത പ്രാവശ്യം ഞാൻ അവരെ റൂം വരെ ഫോളോ ചെയ്തു പോവും. ഇന്നത്തെ പ്രധാന വാർത്ത അത് ഞെട്ടിപ്പിക്കുന്നത് മാത്രമല്ല,
ഈ കാര്യം അറിഞ്ഞ ജനങ്ങൾ ആകെ പേടിച്ചു വരണ്ടിരിക്കുകയാണ്. നഗരത്തിലെ പല പല സ്ഥലങ്ങളിൽ യുവാവായിരുന്നവരെല്ലാവരും പ്രായമായി മാറുകയാണ്. അതും ചില മിനിറ്റുകൾക്കുള്ളിൽ ജനങ്ങളുടെ തലമുടി വെളുത്തു നരച്ചു പോവുകയാണ്. അവരുടെ ആരോഗ്യം വളരെ മോശമായ സ്ഥിതിയിലാണ്. ഇത് എന്ത് തരം വൈറസ് ആണെന്ന് അവർ കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഏതോ ഒരു മാന്ത്രിക ശക്തി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് എല്ലാവരും കരുതുന്നത്. എന്നാലും ഇതിന്റെ തെളിവുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പോയി ആകെ പ്രശ്നമൊന്നും തോന്നുന്നല്ലോ. ഇതെല്ലാം എന്റെ തെറ്റാണ്. ഞാൻ എന്തിനാ ഇവിടെ ഡിഗിങ് ചെയ്തത്? ഡോണ്ട് വരി ജോ അങ്കിൾ, മുത്തശ്ശൻ എനിക്കൊരു കാര്യം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എത്ര മോശമായ സാഹചര്യമായാലും ധൈര്യം ഒരിക്കലും കൈവിടരുത്. നമ്മൾ രാത്രിയിൽ സിറ്റിയിലെ വേറെ വേറെ ഡയറക്ഷനിൽ ചെന്ന് മമ്മിയെ തേടി കണ്ടുപിടിക്കണം. താങ്ക് യു രുദ്ര. നിങ്ങൾ താഴെ ചെന്ന് ഡിന്നർ കഴിക്കാൻ നോക്ക്. അമ്മമ്മേ, ഇപ്പൊ നിങ്ങൾ നോക്കിക്കോ, അവരെ കുറിച്ചുള്ള എല്ലാ സീക്രട്ടും ഞാൻ ഇപ്പൊ കണ്ടെത്തും. ഞാൻ ആ ലിഫ്റ്റിന്റെ അകത്ത് ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. അതിലെല്ലാം റെക്കോർഡായിട്ടുണ്ടാവും. അതേതായാലും കലക്കി റോക്കി. ഇപ്പൊ അവരെ കുറിച്ചുള്ള എല്ലാ രഹസ്യവും നമുക്ക് മനസ്സിലാക്കാം. റോക്കി, അവരെ ആരും വിടരുത്. ഓ, ഈ നേരത്ത് ആരാ ഫോൺ ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ തന്നെ വന്നേക്കാം. നീ എങ്ങും പോരുത്, ഇവിടെ തന്നെ നിക്കണം. ഹേ രുദ്ര, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാ പോകുന്നേ? നിങ്ങളുടെ അടുത്ത് എനിക്കൊരു കാര്യം കാണിക്കാനുണ്ട്. മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നെ സംസാരിക്കാം. ആദ്യം ഈ വീഡിയോ ഒന്ന് നിങ്ങൾ കാണ്. ഏത് വീഡിയോ? ഇത് കഴിഞ്ഞ പ്രാവശ്യം എന്തോ ഒരു വകയിൽ നീ രക്ഷപ്പെട്ടു അല്ലേ? പക്ഷെ ഞാനും ഇവിടെ എല്ലാം ചെക്കനാണ് കേട്ടോ. അത്ര പെട്ടെന്നൊന്നും തോറ്റ് പിന്മാറില്ല. റോക്കി, ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. ശരി, വാ ഇരുന്ന് സംസാരിക്കാം. ഈ ചെക്കൻ എന്ത് ചെയ്യാനാ? എന്ത് പറ്റി? ഭയങ്കര ടെൻഷൻ ആണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ എല്ലാവരും മജീഷ്യൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ സയൻസ് അത് മാജിക്കിനേക്കാളും ഭയങ്കര പവർഫുൾ ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ശരിക്കും കുടുങ്ങിപ്പോയി. രുദ്ര, നമുക്ക് അവന്റെ ഫോണൊന്ന് നോക്കിയാലോ? ഇതാ നോക്ക്. മോസ്റ്റ് വെൽക്കം. നിങ്ങൾ മാജിക് വെച്ച് വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ ഈ വീഡിയോന്റെ ഒരുപാട് കോപ്പീസ് ചെയ്ത് അതെന്റെ മെയിലിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പാസ്വേഡ് ഒന്നും ഇല്ലാതെ നിനക്ക് മെയിൽ ആക്സസ് ചെയ്യാനും പറ്റൂല. എങ്ങനെ ഡിലീറ്റ് ചെയ്യും പറ? എങ്ങനെയുണ്ട് എന്റെ കളി? റോക്കി, നീ ശരിക്കും ബ്രില്യന്റ് ആണ്. അപ്പൊ നിനക്ക് പകുതി സത്യം മനസ്സിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഫുൾ ആയിട്ട് എല്ലാം പറയാം. വീണ്ടും ഈ വീഡിയോ എവിടെ തന്നെ കണ്ടാലും ഉടനെ ഇവൻ ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യും. വരൂ ഫ്രണ്ട്സ്. സോറി ബഡി. നീ നിന്റെ ഫോൺ പിന്നെ ചെക്ക് ചെയ്തോ മോനെ? ആദ്യം ചോദിക്കുന്നതിന് ഉത്തരം പറ. നിന്റെ ക്യാമറയിൽ എന്തെങ്കിലും റെക്കോർഡ് ആയിട്ടുണ്ടോ? റെക്കോർഡോ? എന്തെങ്കിലും റെക്കോർഡ് ഞാൻ പറഞ്ഞിരുന്നോ? റോക്കി, വെറുതെ തമാശ പറയരുത്. നീ ആ ലിഫ്റ്റിൽ ഒരു ക്യാമറ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നില്ലേ? ആ കുട്ടികളുടെ ആക്ടിവിറ്റീസ് നോട്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ? അമ്മമ്മേ, എന്റെ ഫോണിൽ ഒരു റെക്കോർഡിങ്ങും ഇല്ലെന്നേ. ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇത് ഏത് തരം വീഡിയോ? എന്താ ഇത് സംഭവം? നീ എന്താ ഇപ്പൊ ഡിലീറ്റ് ചെയ്തത്? ഒന്നും ഡിലീറ്റ് ചെയ്യരുത്. ഒന്നുമില്ല അമ്മമ്മേ. ആരോ എന്തോ ഒരു വീഡിയോ അയച്ചിരുന്നു. ചില കുട്ടികൾ ആരോ ലിഫ്റ്റിനകത്ത് പോയി പിന്നെ കാണാതെ പോയി. ആരാ എന്താന്നൊന്നും അറിയില്ല. ഓ, നീ ആ എവിഡൻസ് ഡിലീറ്റ് ചെയ്തോ? അതെവിടെ പോയി? നീ ആ തെളിവുകളെല്ലാം ഡിലീറ്റ് ചെയ്തോ? പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഡിലീറ്റ് ചെയ്തത്. അത് ശരിക്കും ഒരു നല്ല റെക്കോർഡിംഗ് ആയിരുന്നു. ആ കുട്ടികള് നമ്മളെ ഓരോ പ്രാവശ്യവും വിഡ്ഢികളാക്കാണ്. ഇനിയിപ്പൊ ഞാൻ നിന്നെ എന്ത് ചെയ്യും? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
ഇനി നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് ചെയ്യാം. നിങ്ങൾ എന്താ അമ്മമ്മ ഇങ്ങനെ പറയുന്നത്? നീ വേഗം വാ, അവരിപ്പോ പുറത്തേക്ക് പോകും. വേഗം വാ. ടാക്സി, വേഗം വാ. ഡ്രൈവർ, വേഗം ആ വണ്ടിയെ ഫോളോ ചെയ്യേ. ഈ കണക്കിന് പോയോ രാത്രി മുഴുവനും ട്രാവൽ ചെയ്യേണ്ടി വരും. സാരമില്ല, ഞാൻ ആ കുട്ടികളുടെ രഹസ്യം കണ്ടെത്താതെ വിടില്ല. നിങ്ങൾ എന്താ പറയുന്ന അമ്മച്ചി? ഞാൻ 12 മണിക്ക് ശേഷം ടാക്സി ഓടിക്കില്ല. നേരത്തെ തന്നെ പറഞ്ഞേക്കാം. നേരത്തെ തന്നെ ഞാനൊരു കാര്യം കേട്ടു. രാത്രി സമയത്ത് ഏതോ ഒരു മമ്മി അലിഞ്ഞു തിരിയുന്നത്രേ. ഡാ, നീ എന്താണ് ഓടിക്കാത്ത? മര്യാദയ്ക്ക് ആ ടാക്സിയെ ഫോളോ ചെയ്യേ, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോലീസിന് ഫോൺ ചെയ്യും. ഓ നോ, ഈ ട്രാഫിക് ജാം എപ്പോ ക്ലിയർ ആവുന്ന അറിയില്ലല്ലോ മര. എങ്ങനെയാണെങ്കിൽ നമ്മുടെ പകുതി സമയം ട്രാഫിക്കിൽ തന്നെ വേസ്റ്റ് ആയി പോകും. മുംബൈയിൽ ഇതുപോലെ ട്രാഫിക് എല്ലാം വളരെ സ്വാഭാവികമാണ് മോനെ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഇപ്പൊ എങ്ങോട്ടാ പോകേണ്ടത്? അങ്കിൾ, ഞങ്ങളൊരു കാര്യം കേട്ടു. ഈ സിറ്റിയില് ഒരു പെർഫോമർ മമ്മി ഉണ്ടെന്ന്. നന്നായിട്ട് ഡാൻസ് ചെയ്യത്രേ. അവരെ കാണാൻ ഞാൻ പോകുന്നത്. എന്ത് മമ്മിയോ? അവൻ ആ വലിയ സ്റ്റേഡിയത്തിൽ കിടന്ന ഡാൻസ് കളിക്കുന്നത്. കുറച്ചു നേരത്തെ മുമ്പ് എന്റെ ഒരു ഫ്രണ്ട് ഫോൺ ചെയ്തിരുന്നു. പക്ഷേ ഈ ട്രാഫിക് ജാം എപ്പോ ക്ലിയർ ആവുമെന്ന് പറയാൻ പറ്റില്ല. അതിനു മുമ്പ് അവരുടെ ഡാൻസ് തീർന്നു പോകും. രുദ്ര, you have to do something now. Ibaiska Sakum Jarko. മൈറ, അങ്കിൾ ജോ, റേസിന് റെഡിയാണല്ലോ. ഇതെല്ലാം നിന്റെ തെറ്റാ. നീയാ വന്ന് ഇവിടെ ഇടിച്ചത്. എടാ, നീ തെറ്റ് ചെയ്തിട്ട് എന്നെ കുറ്റം പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്ക്. വാവ്, മാജിക് പവറിന്റെ ബെനിഫിറ്റ് കണ്ടില്ലേ? ഗ്രേറ്റ്. ഇതുറങ്ങാനുള്ള സമയമല്ല. നമ്മൾ ഇങ്ങോട്ട് വന്നത് ഉറങ്ങാൻ വേണ്ടിയല്ല. നമ്മൾ ആ പിള്ളേരുടെ ടാക്സിയെ ഫോളോ ചെയ്യണം. അല്ല, എന്ത് പറ്റി മാഡം? നിങ്ങളിപ്പോ എന്ത് കണ്ടിട്ടാ എന്റെ ടാക്സി ഇങ്ങനെ തകർത്ത് കളഞ്ഞത്? നമ്മുടെ മുമ്പിലുണ്ടായിരുന്ന ആ ടാക്സി പെട്ടെന്ന് കാണാതെ പോയി. അത് നീ കണ്ടിരുന്നെങ്കിൽ നീ ഇതുപോലെ ടാക്സി തകർത്ത് പുറത്തു പോയേനെ. ശരിക്കും ആ ടാക്സി മാത്രം കാണുന്നില്ല. പക്ഷെ അതൊക്കെ എങ്ങനെയാ സംഭവിച്ചത്? നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് മാജിക്കാ. നമുക്ക് അവരെ തേടി കണ്ടെത്തണം. Ibaiska audience free zone. Oh yeah.
മമ്മി കിങ് ഫെറോ ആദ്യം ഡാൻസ് കളിക്കുന്നത് നിർത്താം. എന്റെ ഡാൻസ് നിർത്താൻ പറയാൻ ആർക്കാണ് ഇവിടെ ധൈര്യമുള്ളത്? ബോസ് അത് പിന്നെ ആ ചെക്കനാ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് വളരെ തെറ്റാണ്. ആ ചെറിയ ചെക്കൻ എനിക്ക് ശരിയും തെറ്റും പറഞ്ഞു മനസ്സിലാക്കിയാണോ? കിങ് ഫെറോ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഒരു ദിവസം കൂടി സമാധാനിക്കൂ രുദ്ര. ഇപ്പോഴും ഞാൻ ഫൈറ്റിന് മുഴുവനായും റെഡി ആയിട്ടില്ല. ഇനിയും എനിക്ക് കുറച്ചുകൂടെ പവർ ആവശ്യമായിട്ടുണ്ട്. ഞാൻ നിന്നെ വീണ്ടും കാണും. ആ സമയം നിനക്കെന്നെ ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. ബൈ. മമ്മിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടാൻ ഇതാണ് പറ്റിയ ചാൻസ്. ഈ വഴിക്ക് തന്നെ അങ്ങ് എസ്കേപ്പ് ആയേക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.